ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് നമ്മുടെ അസ്ന പഠിത്തം നിർത്തി. എന്താ അസ്ന ഈ കേക്കണേ? എന്തോ അതിന്റെ അടുത്ത പരിപാടി? കോളേജ് പോക്കൊക്കെ നിർത്തി, TC ഒക്കെ മേടിച്ചു. 2 ആഴ്ച പഠിച്ചപ്പോ എനിക്ക് പഠിക്കണ്ടെന്ന് തോന്നി. ഇപ്പൊ 2ാമത്തെ കോളേജിലെ പഠിത്തമാണ് ഗൈസ് നിർത്തിയിരിക്കുന്നത്. ആദ്യമേ നീ MS കുറ്റിപ്പുറത്ത് കയറി. MS മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൽ ന്യൂറോ ടെക്നോളജിക്ക് പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് പൈസ ഒക്കെ കൊടുത്ത് ഇവിടെ വന്നപ്പോ അവിടെ ഹോസ്റ്റലൊക്കെ ഭയങ്കര ഇതാന്ന് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരു പിൻ വാങ്ങൽ. പിന്നെ നീ TK ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കയറി. MSc + BSc മാത്സ് ആയിരുന്നു ഇവിടെ എടുത്തിരുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് നമ്മൾ ഫീസ് എല്ലാം അടച്ച് സെറ്റാക്കിയതായിരുന്നു. അവിടെ 2 ആഴ്ച പോയപ്പോൾ ഞാൻ വീണ്ടും നിർത്തി. എന്നിട്ട് ഇപ്പൊ വീണ്ടും MES എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്. മെഡിസിൻ, ആർട്സ്, ഇപ്പൊ എഞ്ചിനീയറിംഗ്. 1 മാസം കൊണ്ട് ഞാൻ 3 കോഴ്സ്, 3 കോളേജില് 3 ഡിഫറെന്റ് ബ്രാഞ്ച് ആണ് അസ്ന ടച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിലോട്ട് നമ്മൾ നിർത്തുമെന്നാണ് നമ്മൾ കൺഫേം ചെയ്തു. അപ്പൊ വാപ്പി ഇന്നല്ല ഇതൊക്കെ DED ട്രൈ ചെയ്യാലോ. വാപ്പിച്ച് ഇപ്പൊ നമ്മള് ടീച്ചർ നമുക്കില്ല അത് നോക്കിയാലോ ഇത് അപ്പൊ ഞാൻ അത് നല്ലതാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ തന്നെ എത്ര കോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ കോഴ്സ് പറയുമ്പോഴും അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ ഓർത്ത് അതങ്ങോട്ട് ഉറപ്പിക്കുമ്പോഴത്തെ അടുത്ത കോഴ്സ് ആയിട്ട് വരും വാപ്പിച്ച്. അങ്ങനെ അസ്ന ഫുൾ കൺഫ്യൂസ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഫൈനലി അസർക്ക പഠിച്ച കോളേജിലേക്ക് അസ്ന പോവാണ് ഗൈസ്. അതെ, മുംബൈ TKM അസറൊക്കെ പഠിച്ചതായിരുന്നു. ഇപ്പൊ MES എഞ്ചിനീയറിംഗ് കോളേജ് ഗൈസ്. MES എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ കയറിയിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ടാണ് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓക്കെ ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണ്? ഇന്ന് നമ്മൾ MESൽ പോയി അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. നമ്മൾ TC ഓൾറെഡി വാങ്ങിച്ചു. അപ്പൊ ഇനി അവിടെ പോയി അഡ്മിഷൻ എടുക്കണം നമ്മൾ. യെസ്, അപ്പൊ നമുക്ക് ഇനി MESലോട്ട് വിട്ടാലോ? പുതിയ കോളേജിലേക്ക് പോകാൻ എക്സൈറ്റഡ് ആണോ നീ? അതെ, വളരെയധികം എക്സൈറ്റഡ് ആണ്. ഈ കോളേജ് എങ്ങനെയാണ്, എന്താണോ നിനക്ക് അറിയാമോ? ഗൈസ്, ഈ കോളേജാണ് MES കോളേജ്. നമ്മുടെ വാപ്പിച്ചി ജില്ലാ പ്രസിഡന്റ് ആണ് ഇപ്പൊ MESന്റെ. അപ്പൊ വാപ്പിച്ചിയുടെ ഇതെന്തോ ഈ കാണിക്കുന്നത് വാപ്പിച്ചിയുടെ ഒരു ബന്ധവും പിന്നെ ഇവളുടെ പഠിപ്പും എല്ലാം കൊണ്ടാണ് നമ്മൾ ഈ കോളേജിൽ കയറിയത്. അതും പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് AI. അപ്പൊ ഫസ്റ്റ് ആണ് നമ്മുടെ കോളേജ് ടൂർ നടത്തുന്നത്. അപ്പൊ നമ്മുടെ കോളേജ് ടൂറും കൂടെ ആയിരിക്കും. അതായത് ഫസ്റ്റ് നമ്മുടെ അസ്ന പഠിക്കാൻ പോകുന്ന MES ചാത്തന്നൂർ കോളേജിലെ സംഭവങ്ങളെ കാണിക്കും. അവിടെ ഒരു കുളം ഉണ്ട് ഗൈസ്, അതിനൊക്കറിയോ? നിനക്കറിയോ? കുളത്തിൽ ചാടി ചാവുന്നല്ലേ ഇവള് പണ്ട് പറഞ്ഞത് MES ചേർത്തോ? പണ്ട് ഞാൻ +2 കഴിഞ്ഞപ്പോ അവസാനം മോളെ നമുക്ക് ചാത്തന്നൂർ MES പോവാം. ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ അവിടെ ആക്കുന്ന പിറ്റേ ദിവസം ഞാൻ കുളത്തിൽ ചാടുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ അവസാനം അതാണ് നമ്മളെ ഏറ്റവും വെറുക്കുന്നതായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. ഞാനാണ് എഞ്ചിനീയറിംഗ് ഭയങ്കരമായിട്ട് വെറുത്തതാ. എന്നിട്ട് ഞാൻ എന്നെ MES തന്നെ കൊണ്ടാക്കി. എടാ ഞാനെന്തോ ഞാൻ എഞ്ചിനീയറിംഗിന് പോകുന്നില്ല എന്ന് ഇതായിട്ടാണ് ബാബച്ചാറിന് ഓക്കെ നീ പോകണ്ട, ജസ്റ്റ് കീമോ എക്സാം പോയി എഴുത്, ക്വാളിഫൈ ആവുമല്ലോ, പോയി എഴുതാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ പോയി എഴുതിയതാ. അതുകൊണ്ട് ഇപ്പൊ എഞ്ചിനീയറിംഗ് വരാൻ പറ്റും. നീ അങ്ങനെ എന്തെങ്കിലും വെറുത്തിട്ട് നടന്നുണ്ടോ? ദൂരത്തുനിന്ന് കല്യാണമേ കഴിക്കില്ലാന്ന് മനസ്സിൽ ദൃഢനിശ്ചയം എടുത്തതാണ്. അതുപോലെ തന്നെ ഇപ്പൊ കൊല്ലത്ത് നിൽക്കുന്നു. നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇതുപോലെ ഭയങ്കര വെറുത്തിട്ട് നമ്മുടെ ലൈഫിലോട്ട് വന്ന് കയറി എന്തെങ്കിലും ഐറ്റങ്ങൾ? നമുക്കിപ്പോ ഇതൊക്കെയാണ് അനുഭവങ്ങൾ. നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. നമുക്ക് ഇനി മുതൽ നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ളതിനൊക്കെ നമുക്ക് വെറുക്കാം. ബെൻസ് ഓടിയൊക്കെ എനിക്ക് വെറുപ്പാണ്. അതിന് വെറുപ്പുണ്ടോടി? ഇവർക്ക് സ്വർണം ഭയങ്കര ഒരു 10 പവനെ കിട്ടിയോണ്ടല്ലോ ഇവിടെ അറപ്പോടെ കാണും അതിനെയൊക്കെ. എനിക്ക് ഈ ഐഫോൺ ഒന്നും ഒട്ടും ഇഷ്ടമല്ല. ഈ സെപ്റ്റംബറിൽ ഇറങ്ങുന്ന 17 ഒന്നും ഞാൻ ഒരിക്കലും എടുക്കത്തില്ലേ. ഞാൻ ഒട്ടും എടുക്കത്തില്ല. എനിക്ക് ഓടിയൊന്നും കണ്ടുകൂടാ. ഫോർച്യൂണർ ആണെങ്കിൽ ഞാൻ തുപ്പും. അങ്ങനെ നമ്മൾ കോളേജ് എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല തലവേന എടുക്കുന്നത്. ആണോ? ഗുളിക കഴിച്ചിട്ടും തലവേന മാറിയില്ലേ? കോളേജ് അവിടെ ആണ്. നമുക്കിനി ആ വഴി കയറാം. AI ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കാണുന്നില്ലല്ലോ. ആ 30 സീറ്റിൽ ഒരാളാണ് ഈ പോർച്ചിൽ 2 പേർക്ക് കാറിടാൻ അനുവാദമുള്ളൂ. ഒന്ന് ഇവിടുത്തെ പ്രിൻസിപ്പലിന്, പിന്നൊന്ന് ജില്ലാ പ്രസിഡന്റ്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു കുറ്റിപ്പുറത്ത് പഠിക്കണമെന്ന്. അച്ചൂക്കാട് കോളേജാണ്.
അതുകൊണ്ട് എന്താ അച്ചുക്കുട്ടന്റെ കോളേജിന്റെ ഫോട്ടോ ഉള്ള കോളേജ് പഠിക്കാൻ പറ്റിയില്ലേ? കണ്ടുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാം. ഈ ചാത്തന്റെ കോളേജ് ഏത്? ഇതാണ് കുറ്റിപ്പുറം കോളേജ്. ഇവിടെ ആയിരുന്നു പഠിക്കാൻ. മാറമ്പള്ളി എന്റെ വീടിന്റെ അടുത്തുള്ള കോളേജ്. ഓ ഈ വീട് മാറമ്പള്ളി എവിടെ? മാറമ്പള്ളി എറണാകുളത്ത്. ഇവിടെ ഞാൻ പഠിച്ചാലോ നമ്മൾ ആലോചിച്ചത്. മാറമ്പള്ളിന്റെ അസംബ്ലി കോളേജോ അങ്ങനെ എന്തോ. ഈ കോളേജ് പാപ്പച്ചി പറഞ്ഞത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഷിഹാബിക്കായെ കാണണമെന്നാണ്. അപ്പൊ നമുക്കിനി ഷിഹാബിക്ക് ഇരിക്കുന്ന എവിടാണ്? ഷിഹാബിക്ക് ഓഫീസിൽ കാണും. കമോ ഗൈസ്, ഒടുക്ക നമ്മൾ ഓഫീസിലെത്തി. അസ്ന കയറിക്കോ. അതാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, നമ്മൾ അങ്ങനെ ഫോം എല്ലാം ഫില്ല് ചെയ്തു. ഇനി ഫോട്ടോ ഒട്ടിക്കാൻ പോവുകയാണ്. അതും കൂടെ കഴിഞ്ഞാൽ എല്ലാം തീർന്നു. സക്സസ്ഫുള്ളി ഫോം ഒക്കെ ഫില്ല് ചെയ്തു. അസ്ന റെഡി അല്ലേ? AI എഞ്ചിനീയറിംഗിന്. അസ്ന ഇതായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. ഗൈസ്, അങ്ങനെ ഞങ്ങള് MESന്റെ ക്യാൻറ്റീൻ നല്ല ചൂട് മുട്ടപ്പപ്സും അസ്ന ക്രീം ബണ്ണും മുട്ടപ്പപ്സും കൂടി കഴിച്ചു. ഗൈസ്, അസ്നയുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫീസ് കൂടി അടച്ചാൽ മതി. മേളിലാണ് അടക്കേണ്ടതാണ് ആള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതും കൂടെ അടച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിപ്പില്ലേ, അതിന് പോണം ഗൈസ് വൈകുന്നേരം. മറ്റുള്ള കോളേജിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ അസ്നയുടെ കോളേജിലുള്ളത് വാഴയല്ല, കുളം. പ്രകൃതി രമണീയമായ കോളേജാണ്. 2 കോളേജാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജും ഒന്ന് ആർട്സ് കോളേജും. ഈ 2 കോളേജിന്റെ നടുക്കായിട്ട് ഒരു കുളം. 4 കൊല്ലം ഇനി അസ്നാക്ക് ഓടിക്കളിക്കാനുള്ള. ഇതൊക്കെ ഉണ്ട്. നമുക്ക് തേൻ വേണമെങ്കിൽ തേനീച്ച അവിടെ കയറി പിഴിഞ്ഞെടുത്താ മതി. തേനും കിട്ടും, മുഖത്ത് കുറെ മാന്തലും കിട്ടും. ഇനി നമുക്ക് ഗ്രൗണ്ടിലോട്ട് പോവാം. ഗ്രൗണ്ടിൽ ആരെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഈ വശത്തേക്ക് വരാറില്ല. നോക്കേ, എന്ത് പ്രകൃതി രമണീയതോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാ. ഓണ സെലിബ്രേഷൻ ഫോട്ടോ എടുത്ത് തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു. പൂച്ച് കേറുന്ന ഉടനെ തന്നെ പരിപാടികൾ. നിങ്ങൾ ഇങ്ങനെ ലോട്ടസോ? കുളത്തിൽ ലോട്ടസ് ഒക്കെ ഉണ്ട്. എന്ത് സാധാ പൊട്ടക്കുളമൊന്നുമല്ല ഗൈസ്, വിരിഞ്ഞിട്ടില്ല. ഉച്ചയായില്ല, അപ്പൊ മൂടിപ്പോയി. രാവിലെ ആവുമ്പോ വിടരും. അങ്ങനെയാണോ ലോട്ടസ്? ലോട്ടസ് അങ്ങനെയാവും. 9 മണിയൊക്കെ ആവുമ്പത്തേക്കും അടയും. എന്നിട്ട് 6 to 9, വെളുപ്പിന് 6 to 9 ലോട്ടസ് വിരിയുന്ന സമയം. പിന്നെ അടഞ്ഞു. പ്രകൃതി രമണീയതയുടെ കാര്യത്തിൽ ഈ കോളേജിന് കഴിഞ്ഞേ ഉള്ളൂ കൊല്ലത്ത്. കാരണം ഞാൻ ഒരുപാട് കോളേജുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നടക്കാം. നീ എന്താണ് ഇവിടെ ആരെയും പ്രേമിക്കരുത്. പഠിച്ചോളൂ. 4 കൊല്ലം ആയിരത്തേക്ക് ആരെങ്കിലും ഒക്കെ കിട്ടിയാലേ. ആര് പറഞ്ഞു ഞാൻ പ്രേമിച്ചിട്ടില്ലെന്ന്? നമ്മളപ്പോ ഇവിടുന്ന് സാധനങ്ങളെല്ലാം കൊടുത്ത് പേയ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ഇനി എന്ന് വരണം നിനക്ക്? നീ ഇനി അടുത്ത വെനസ്ഡേ. വെനസ്ഡേ ഫ്രഷേഴ്സ് ഡേ ആണ് ഗൈസ്. അസ്നയുടെ ഡാൻസ്. അപ്പൊ അടുത്ത വെനസ്ഡേ മുതൽ പുതിയൊരു സംരംഭം, അധ്യായം. ഈ 4 കൊല്ലം അസ്നയുടെ ലൈഫ് ഇവിടെയാണ്. അപ്പൊ നമുക്കിനി വൈകുന്നേരം ട്രെയിൻ ഉണ്ട് പോവാനുള്ള. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ 4ാമത്തെ ആൾ എത്തിക്കഴിഞ്ഞ. വെയിലത്ത് കഷ്ടപ്പെടുവോ ജോലി? കമ്പനിയിൽ പോയി. അപ്പൊ നമുക്കിനി ബാഗ് പാക്ക് ചെയ്തിട്ട് നമ്മുടെ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാം.